2018 ഒക്ടോബർ 31 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ പട്ടേൽ പ്രതിമ അനാവരണം ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ചോദ്യം പ്രതിമ കൊണ്ട് പട്ടിണി മാറുമോ എന്നായിരുന്നു. എന്നാൽ പ്രതിമ കൊണ്ട് പട്ടിണി മാറുമെന്ന് കാണിച്ചു തന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മിതികളിലൊന്നായ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നായ താജ്മഹൽ പോലും ഒരു വർഷം നേടുന്നത് 25 കോടി രൂപ മാത്രമാണ്. അത് ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് മാത്രം. എന്നാൽ 2018 നിർമ്മാണം പൂർത്തിയായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പട്ടേൽ പ്രതിമ 2023 ഒക്ടോബർ 31 വരെ നേടിയത് 400 കോടിയിലധികം രൂപയാണ്. ഇന്നേ ദിവസം വരെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ 5000 കോടിയിലധികം രൂപ പട്ടേൽ പ്രതിമയുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 2018 ശേഷം 2018 ആദ്യ വർഷത്തിൽ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ് പട്ടേൽ പ്രതിമ സന്ദർശിച്ചത്. അതിനുശേഷം ഓരോ വർഷങ്ങളിലും അവിടേക്ക് സന്ദർശകരുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു. 2020 കോവിഡിലാണ് അല്പമെങ്കിലും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത്. അതിനുശേഷം 4 ഇരട്ടിയും 5 ഇരട്ടിയുമായി ഒക്കെ വർദ്ധിച്ച 20 ലക്ഷവും 46 ലക്ഷവും ഒക്കെ ആളുകൾ പ്രതിവർഷം പട്ടേൽ പ്രതിമ സന്ദർശിക്കാൻ എത്തുന്നു. 2023 ഡിസംബർ 24 മാത്രം അവിടെ സന്ദർശനം നടത്തിയത് 80,000-ലധികം ആളുകളാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ അഭിമാനങ്ങളിലൊന്നാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ അടയാളം കൂടിയായ ആ പ്രതിമ ഒരു ദിവസം സന്ദർശിക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം 10,000 ആണെന്നിരിക്കെ ഇന്ത്യയിലേക്ക് ആഗോള വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിമയ്ക്ക് സാധിച്ചു എന്നത് ചെറിയൊരു നേട്ടമായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം 3000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു പ്രതിമ, ആ പ്രതിമയുടെ നിർമ്മാണ വേളയിൽ അടക്കം പറഞ്ഞത് ആ പ്രതിമ നിർമ്മിച്ചത് കൊണ്ട് ആ പ്രതിമയുടെ ചിലവ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏകദേശം 120 വർഷത്തോളം വേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ ആറിലൊന്നിലധികം പ്രതിമാ നിർമ്മാണത്തിന് ആവശ്യം വന്ന തുകയുടെ 1/6 ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ ഗുജറാത്ത് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ പ്രതിമ കൊണ്ട് ആ രാജ്യത്തിന്, അല്ലെങ്കിൽ രാജ്യത്തിനാണ് പുരോഗതി ഉണ്ടായത്, അതോടൊപ്പം ആ സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിലടക്കം വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പട്ടേൽ പ്രതിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിന് പിന്നിൽ BJP ലക്ഷ്യം വെച്ച ഒന്നുകൂടിയുണ്ട്. ഗുജറാത്തിൽ നിന്ന് പ്രധാനമായും ഉയർന്നു വന്ന 2 നേതാക്കളാണ് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും. എന്നാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത്, ചരിത്രരേഖകളിലെല്ലാം ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് മഹാത്മാഗാന്ധി എന്ന ഗുജറാത്തുകാരന് തന്നെയാണ്. എന്നാൽ അതിനുമപ്പുറം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന കോൺഗ്രസ്സുകാരന്, അതോടൊപ്പം ഗുജറാത്തിൻ്റെ ഏറ്റവും അഭിമാനം ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന ബോധ്യത്തിലാണ് BJP സർദാർ വല്ലഭായ് പട്ടേലിനെ രാജ്യാന്തര വേദികളിലടക്കം മുൻപിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു 2018 ഗാന്ധിജിയുടെ ഓർമ്മ ദിവസമായ 2017 ഒക്ടോബർ 31 എന്ന ദിവസത്തിൽ തന്നെ പട്ടേൽ പ്രതിമ അനാവരണം ചെയ്തത്, അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. അതിനുശേഷം പിന്നീട് ഉയർന്നു കേട്ട ഒരു പ്രധാന ആരോപണമായിരുന്നു ചൈനീസ് ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയാണ് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ കൊട്ടിഘോഷിച്ച് പദ്ധതി ഇറക്കുമ്പോഴും രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ചൈനയിൽ നിന്ന് വരുത്തിയതാണ്. എന്നാൽ വാസ്തവത്തിൽ ആ ചൈനയിൽ നിന്ന് പട്ടേൽ പ്രതിമയ്ക്ക് ആവശ്യമായി ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ ഏകദേശം 9% താഴെയാണ്. കാരണം അതിൻ്റെ ഒരു പ്രത്യേക പട്ടേൽ പ്രതിമയുടെ പ്രധാന ആകർഷണമായ മുഖഭാവങ്ങൾ നിർമ്മിക്കുന്ന വെങ്കല നിർമ്മാണം ഭാരതത്തിൽ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നൽകിയ ടെൻഡറിലൂടെ ചൈന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജിയാങ്സി ടോക്വിൻ മെറ്റൽ ക്രാഫ്റ്റ്സ് കോർപ്പറേഷൻ എന്ന അന്താരാഷ്ട്ര കമ്പനി ടെൻഡറിൽ പങ്കെടുക്കുകയും അവർ ടെൻഡർ നേടുകയും അങ്ങനെയാണ് ആ ഭാഗങ്ങളെല്ലാം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അതും 9% താഴെ മാത്രം. അതിൽ പങ്കെടുത്ത 4000-ലധികം തൊഴിലാളികളിൽ 95%-ലധികവും ഇന്ത്യക്കാരാണെന്നത് കൂടി പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ 2018 ശേഷം ഇന്നോളം അവിടേക്ക് എത്തിയ സഞ്ചാരികളുടെ ഒഴുക്കിൽ ഇത് ചൈനീസ് നിർമ്മിതമാണെന്നുള്ള പ്രചാരണമൊക്കെ മുങ്ങിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കോവിഡ് ടൈമിൽ 2020 12,81,000 പേരായിരുന്നു അവിടെ സന്ദർശകരായി എത്തിയതെങ്കിൽ 2022 46 ലക്ഷത്തിലധികം ആളുകളാണ് പട്ടേൽ പ്രതിമ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. ഇന്ന് ഗുജറാത്തിൻ്റെ GDP നിർണ്ണയിക്കുന്നതിലടക്കം പട്ടേൽ പ്രതിമ പ്രധാന ഭാഗമാകുന്നു. പക്ഷികൾക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ നിർമ്മിച്ചു എന്ന് പറഞ്ഞവരുടെ മുൻപിലേക്ക് ഈജിപ്തിലെ പിരമിഡുകൾ എന്ന പോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അടയാളമായി പട്ടേൽ പ്രതിമ മാറി എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ്റെ ഒരു വീക്ഷണം ഒന്നുകൊണ്ട് തന്നെയാണെന്ന് നിഷ്പ്രയാസം പറയാൻ സാധിക്കും.
പട്ടേൽ പ്രതിമ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഏകദേശം 5 വർഷങ്ങൾ കൊണ്ട് മാത്രം 1.25 കോടിയിലധികം ആളുകളാണ് അവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നത്. പ്രതിമയുടെ ടിക്കറ്റ് വരുമാനം മാത്രമാണ് നേരത്തെ പറഞ്ഞ 4000 കോടി രൂപയിലധികം. ഇന്ന് അത് 5000 കോടി കടന്നിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചുള്ള കണക്കുകളൊക്കെ ഇനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനോടനുബന്ധിച്ച് ഉപജീവനം നടത്തുന്ന വലിയൊരു വിഭാഗം ജനങ്ങളിലേക്കും കൂടി ഈ വരുമാനത്തിനേക്കാൾ ഏറെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവർ മുതൽ ശീതളപാനീയങ്ങൾ വിൽക്കുന്നവർ വരെയുള്ള ചെറുകിട തൊഴിലാളികൾക്ക്, ചെറുകിട വിൽപ്പനക്കാർക്കൊക്കെ ഈ പട്ടേൽ പ്രതിമ വന്നതിലൂടെ അവരുടെ ഒരു ഉപജീവന മാർഗം കൂടി തുറക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സാധിച്ചാൽ അത് ആ പ്രദേശത്തിന്, ഗുജറാത്തിലെ ഏകതാ നർമ്മദാ സരോവർ നദീതീരത്തെ ഒരു പട്ടണമായി വലുതാക്കുകയും അവിടെ കൂടുതൽ കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയും ജനങ്ങൾക്കൊരു അതിജീവന മാർഗം കൂടി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത്, പ്രതിമകൾ കൊണ്ടും വികസനം സാധ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ആരാധ്യനായ ദീർഘവീക്ഷണശാലിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.